Hi friends, welcome back to our class. Today we are going to discuss our third unit, that is the process of writing. In this unit, we can see so many prerequisites for the process of writing. ആക്ച്വലി നമ്മൾ ഒരു റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ, റൈറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറേ പ്രീ റിക്വിസിറ്റ്സ്, പിന്നെ എങ്ങനെയാണ് ഒരു റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ്. കുറേ പാർട്സ് ആയിട്ടാണ് ഈ പ്രോസസ് ഓഫ് റൈറ്റിങ്ങിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ആ പാർട്സിൽ 3 പാർട്സ്, ഒരു 3 പാർട്സാണ് ഞാൻ ഈ ഒരു വീഡിയോ സെഷനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. എന്താണ് ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. ലിസൺ കെയർഫുള്ളി. The most important features of academic writings are formal, objective and technical. 3 features ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. They are formal, objective and technical. Here formal means the writer is not supposed to use colloquial expressions, slangs and contracted form of words. എന്താണ് ഫോമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The writer is not supposed to use colloquial expressions, slangs and contracted form of words. കൊളോക്കിയൽ എക്സ്പ്രഷൻസോ സ്ലാങ്സോ ഏതെങ്കിലും വേർഡ്സിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഫോമൽ ആയിരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് വേർഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മളിപ്പോൾ വാട്സാപ്പിലൊക്കെ മെസ്സേജിങ് ചെയ്യുമ്പോഴൊക്കെ ജസ്റ്റ് ലൈക്ക് ഹൗ ആർ യു എന്നുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതിൽ ARE ആണ് ആർ. അതിന് പകരം നമ്മൾ ജസ്റ്റ് ആർ എന്ന ലെറ്റർ മാത്രമാണ് ചിലപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. YOU എന്ന വേർഡിന് ഇൻസ്റ്റഡ് ആയിട്ട് യു എന്ന ലെറ്റർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. ദിസ് ഈസ് കോൾഡ് ആസ് കോൺട്രാക്റ്റഡ് ഫോം ഓഫ് വേർഡ്സ്. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റഡ് ഫോം യൂസ് ചെയ്യുന്നത് ഫോമൽ അല്ല. നമ്മളുടെ സ്ലാങ്സ് യൂസ് ചെയ്യുന്നത് ഫോമൽ അല്ല. കൊളോക്കിയൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത് ഫോമൽ അല്ല. സ്റ്റാൻഡേർഡ് ആൻഡ് ഫോമൽ ആയിരിക്കണം ഒരു അക്കാഡമിക് റൈറ്റിംഗ് എപ്പോഴും. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫീച്ചർ. ആൻഡ് ദ സെക്കൻഡ് ഫീച്ചർ ഈസ് ഇറ്റ് ഷുഡ് ബി ഓബ്ജക്റ്റീവ്. എന്താണ് ഓബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഇംപേഴ്സണൽ ഇൻ ടോൺ. ഇംപേഴ്സണൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ the language to present views that are independent of the writer or the reader. എഴുതുന്ന ആളിൻ്റെയോ വായിക്കുന്ന ആളിൻ്റെയോ അങ്ങനെ എഴുതുന്ന ആളിനെയോ വായിക്കുന്ന ആളിനെയോ ഡിപ്പെൻഡ് ചെയ്യാത്തതായിരിക്കണം, ഇംപേഴ്സണൽ ആയിരിക്കണം, വിച്ച് മീൻസ് ഓബ്ജക്റ്റീവ്. സോ 2 features are formal and objective, and the third feature is it should be technical. Technical means it is organized in a set pattern, uses words and expressions specific to the discipline and follows an accepted style. Technique means it has a set pattern and technical terms. എഴുതാൻ നമ്മളുടെ ടോപ്പിക്കിന് സ്യൂട്ടബിൾ ആവുന്ന വേർഡ്സും പ്രയോഗങ്ങളും എല്ലാം ഉപയോഗിക്കുക. ഓരോ ടോപ്പിക്കിനും ഓരോ രീതിയിലുള്ള വേർഡ്സും അതിൻ്റേതായ ശൈലിയും അതിൻ്റെ സ്റ്റൈലും ഒക്കെ ഉണ്ടാവുക. അങ്ങനെ ടോപ്പിക്കിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ, സ്യൂട്ടബിൾ ആവണ രീതിയിൽ റൈറ്റിംഗ് സ്റ്റൈൽ, അതേപോലെ വേർഡ്സ്, അതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ. Different types of, you know that different types of writing may demand different paragraph formats. നമുക്കറിയാം, ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് റൈറ്റിങ്ങിന് ഡിഫറെൻറ്റ് പാരഗ്രാഫ് ഫോമാറ്റാണ് ഉണ്ടായിരിക്കുക. ഒരിക്കലും ഒരേ പാരഗ്രാഫ് ഫോമാറ്റ് അല്ല എല്ലാ ടോപ്പിക്കും ഫോളോ ചെയ്യുന്നത്.
The structure of a paragraph in a science paper is different from that of humanities and social science. Humanities usually have argumentative style and lengthier paragraphs, while science papers are mostly descriptive, packed with full of information. ഒരിക്കലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എഴുതുന്ന പാരഗ്രാഫ് ഫോമാറ്റ് ആയിരിക്കില്ല മറ്റൊരു ടോപ്പിക്കിന് ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ സോഷ്യൽ സയൻസിന്, ഹ്യൂമാനിറ്റീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമാറ്റല്ല ഒരിക്കലും ഒരു സയൻസിൻ്റെ റൈറ്റപ്പിന് വരുന്നത്. സോഷ്യൽ സയൻസിൻ്റെതും ഹ്യൂമാനിറ്റീസിൻ്റെ ഒക്കെ പലപ്പോഴും ആർഗ്യുമെൻറ്റേറ്റീവ് സ്റ്റൈലായിരിക്കും, ഒരുപാട് ലെങ്തി പാരഗ്രാഫ്സ് ആയിരിക്കും. എന്നാൽ സയൻസ് പേപ്പേഴ്സ് പൊതുവെ full of information, packed with full of information and mostly descriptive forms ആയിരിക്കും. Okay. Different types of writing may demand different paragraph formats. Right. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിങ്ങിൽ 3 ഫീച്ചേഴ്സാണ് പറഞ്ഞത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്സ് ആർ ഫോർമൽ, ഓബ്ജക്റ്റീവ് ആൻഡ് ടെക്നിക്കൽ. Formal means the writer is not supposed to use colloquial expressions, slangs and contracted form of words. Objective means it should be impersonal in tone. And the technical means it's organized in a set pattern, uses words and expressions specific to the discipline and follows an accepted style. And we also know that different uses of writing may demand different paragraph formats. Right. Now, let's move to the second part, that is the process of academic writing. എങ്ങനെയാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കേണ്ടത്? Just listen, there are differences in the process of scholarly writings. But there are 3 major processes preceding the submission of an academic assignment. നിങ്ങളൊരു അക്കാഡമിക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ 3 സ്റ്റെപ്സിലൂടെ കടന്നു പോകണം. ദേ ആർ പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രീ റൈറ്റിംഗ്, റൈറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്തതിന് ശേഷം യു ഹാവ് ടു ഡു ദ സ്റ്റെപ്പ് റൈറ്റിംഗ്. പിന്നെ നിങ്ങൾ എഴുതണം. എന്നതിന് ശേഷം എഴുതി കഴിഞ്ഞ് അങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? നെവർ. നിങ്ങൾ എഴുതിയതെല്ലാം റിവൈസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് അത് വളരെ പെർഫെക്റ്റ് ആവുള്ളൂ. ഓക്കെ. ദർ ആർ ഡിഫറൻസസ് ഇൻ ദ പ്രോസസ് ഓഫ് സ്കോളർലി റൈറ്റിംഗ്, ബട്ട് there are 3 major processes preceding the submission of an academic assignment. They are pre-writing, writing and revising. If we are asked to write an argumentative essay, there are some steps we should take. നമ്മൾക്കൊരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എഴുതാൻ തന്നു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 5 സ്റ്റെപ്സ്? ഫസ്റ്റ് വൺ, ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി ഓർ ഇൻവെസ്റ്റിഗേറ്റ്. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ചൂസിങ് എ സബ്ജക്റ്റ് ആൻഡ് ദെൻ എ ടോപ്പിക്. ഡിസൈഡ് ഓൺ ദ ഫോക്കസ്, തിങ്ക് ഓഫ് ദി പേർപ്പസ് ആൻഡ് ദ ഓഡിയൻസ്. ഈ ഡിസൈഡ് ചെയ്യുന്ന ഡിസിഷൻ പാർട്ടിൽ വരുന്നതാണ് നിങ്ങൾ ഏത് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്ക് സെലക്ട് ചെയ്യണം, ആ ടോപ്പിക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്, നിങ്ങളത് എഴുതുന്നതിൻ്റെ പേർപ്പസ് എന്താണ്, അങ്ങനെ ഒരു ടോപ്പിക് നിങ്ങൾ എഴുതിയാൽ അതിൻ്റെ ഓഡിയൻസ് ആരായിരിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഡിസിഷൻ പാർട്ടിൽ വരുന്നതാണ്. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കളക്ട് ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്ട് സോഴ്സസ്. ഡിസൈഡ് വിച്ച് ബുക്സ് ആർ ടു ബി കൺസൾട്ടഡ് ഓർ ക്വാട്ടഡ്. നിങ്ങൾ ഡിസിഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് ആ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അതിന് ഏത് ബുക്ക് റെഫർ ചെയ്യണം, ആ ബുക്കിൽ നിന്നുള്ള എന്തൊക്കെ കൊട്ടേഷൻസ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പിൽ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് കളക്ട് ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്ട് സോഴ്സസ്. And third step is finalize the basic points, organizational pattern and the group of points for paragraphs.
ഫൈനലൈസ് ദ ബേസിക് പോയിൻറ്റ്സ്. നിങ്ങൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിൽ നിന്നും ഒരു ഫൈനൽ ഡിസിഷനിലേക്ക്, ഒരു ഫൈനലൈസിങ് പ്രോസസ്സിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. ഏതൊക്കെ പാറ്റേൺസ് ആണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർഗനൈസ് ചെയ്യണം. ആൻഡ് ഏതൊക്കെ പോയിൻറ്റ്സ് ഏതെല്ലാം പാരഗ്രാഫ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഫൈനലൈസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ 4th സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റാർട്ട് റൈറ്റിംഗ്. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ്. ആദ്യം നിങ്ങൾ റൈറ്റ് ചെയ്യുമ്പോൾ അതൊരു റഫായിട്ടുള്ള റൈറ്റപ്പ് ആയിരിക്കും. ആദ്യം എഴുതിയതിന് ശേഷം യു ഹാവ് ടു പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് ദെൻ സബ്മിറ്റ്. ഓക്കെ, ക്ലിയർ? ഐ എം റിപ്പീറ്റിംഗ്. There are 3 major processes preceding the submission of an academic assignment, and they are pre-writing, writing, and revising. If we are asked to write an argumentative essay, these are the steps we should take. First one, decide on what you want to study or investigate. Second one, collect information from expert sources. Third one, finalize the basic points, organizational pattern, and the grouping of points for paragraphs. Fourth one, start writing. And fifth one, prepare the final draft and submit. ഇത്രയും പ്രോസസ്സിങ്ങിലൂടെയാണ് ഒരു അക്കാഡമിക് റൈറ്റിംഗ് കടന്നു പോകുന്നത്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് യു ഗോട്ട് ദ പോയിൻറ്റ്സ്. We have discussed 2 parts in the 3rd unit. Those are features of academic writing and the process of academic writing. Now we are going to discuss the 3rd part, that is purpose and audience in academic writing. Purpose and audience in academic writing. Just listen. Purpose in academic writing means your reason for writing. Purpose in academic writing means your reason for writing. Although in an academic assignment, the purpose is educational, it also serves certain social, rhetorical and career purposes. എന്താണ് പേർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യുവർ റീസൺ ഫോർ റൈറ്റിംഗ്. നിങ്ങൾ എന്തെങ്കിലും ഒരു റൈറ്റപ്പ് എഴുതുവാണെങ്കിൽ, ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എഴുതുവാണെങ്കിൽ അത് എഴുതാനുള്ള റീസൺ എന്താണ്, അത് എഴുതാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ പേർപ്പസ്. നിങ്ങൾ ചെയ്യുന്ന അക്കാഡമിക് അസൈൻമെൻറ്റ് അതിൻ്റെ പേർപ്പസ് എഡ്യൂക്കേഷണൽ ആണെങ്കിൽ പോലും പലപ്പോഴും അത് സോഷ്യൽ ആൻഡ് റെട്രിക്കൽ കാരിയർ അതിൻ്റെ പേർപ്പസായിട്ട് വരാറുണ്ട്. നിങ്ങൾ എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുന്നതെങ്കിലും അതിന് സോഷ്യലായിട്ടുള്ളതും നമ്മുടെ കരിയറുമായി ബന്ധമുള്ളതൊക്കെയായ പേർപ്പസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ദ റെട്രിക്കൽ പേർപ്പസ് ഓഫ് ആൻ അക്കാഡമിക് റൈറ്റിംഗ് ഈസ് ടു മേക്ക് ദ ഓഡിയൻസ് തിങ്ക് ദ വേ യു വാണ്ട് ടു ദം ടു തിങ്ക്. ആക്ച്വലി ഇറ്റ് ഈസ്, അല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ നിങ്ങൾ റീഡറിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് റെട്രിക്കൽ പേർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്, എഡ്യൂക്കേഷണൽ പേർപ്പസ് ഉള്ള ഒരു എസ്സേ ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിലും അതിന് റെട്രിക്കൽ പേർപ്പസ് കൂടി ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ അത് വായിക്കുന്ന ആളിനെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ റൈറ്റർ. റൈറ്റ്. The language of your writing, your arguments or explanation should be convincing so that the audience believes you and accept your views. നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ്, നിങ്ങളുടെ എക്സ്പ്ലനേഷൻസ് ഇതെല്ലാം ഓഡിയൻസിന്, റീഡേഴ്സിനെ കൂടെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അവർ നിങ്ങളുടെ വാക്കുകളെ, നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സിനെ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്, അവരതിൽ ബിലീവ് ചെയ്യുന്നതായിരിക്കും. റൈറ്റ്. ഇനി ബിഫോർ സ്റ്റാർട്ടിങ് ടു റൈറ്റ്, ആസ്ക് യുവർ സെൽഫ് സം ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ഒന്ന് എഴുതി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ഈസ് ഇറ്റ് ടു എക്സ്പ്ലെയിൻ ഓർ ഡിസ്ക്രൈബ് സംതിങ്? എൻ്റെ ഈ റൈറ്റപ്പ് എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യുന്നതാണോ?
Is it to persuade the reader to think in a particular way? ഇത് വായിക്കുമ്പോൾ ആ വായനക്കാരനെ ഒരു പെർട്ടിക്കുലർ വേയിൽ, ഒരു പ്രത്യേക വിധത്തിൽ ചിന്തിക്കാൻ അവരെ സ്വാധീനിക്കുന്നുണ്ടോ? അവരെ സ്വാധീനിക്കുന്നതാണോ? ഈസ് ഇറ്റ് ടു ഇൻഫോം ദ റീഡർ അബൌട്ട് സംതിങ്? ഇത് റീഡറിന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയാണോ? ഈസ് ഇറ്റ് ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ദ റീഡർ? അല്ലെങ്കിൽ ഇത് റീഡേഴ്സിന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഹിയർ ഇസ് എ ലിസ്റ്റ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റ്സ് ആൻഡ് ദ സ്കിൽ പർപ്പസസ് ഇൻവോൾവ് ഇൻ ഈച്ച്. യു ക്യാൻ, ഫോർ എക്സാമ്പിൾ, you can see some academic assignments and what are the skills or purposes involved in each. Descriptive essays and paragraphs, lab reports, other explanation writings ഒക്കെയാണ് നിങ്ങൾക്ക് എഴുതേണ്ടതെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്താണ്? ഡെമോൺസ്ട്രേറ്റിംഗ് നോളജ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സിന്തസൈസിങ് അല്ലേ? ഒരു ഡിസ്ക്രിപ്റ്റീവ് എസ്സേയോ ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫോ ആണ് എഴുതുന്നതെങ്കിൽ, ഒരു ലാബ് റിപ്പോർട്ടാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ സ്കില്ല് അല്ലെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്തായിരിക്കും? നിങ്ങളുടെ നോളജിനെ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുക, കാണിച്ചു കൊടുക്കുക, ആ നോളജിനെ മനസ്സിലാക്കുക. ആൻഡ് സിന്തസൈസിങ്, അതിനെയെല്ലാം കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണം. ഒരു ക്രിറ്റിക്കൽ ആൻഡ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്തായിരിക്കും? എബിലിറ്റി ടു കൺസ്ട്രക്റ്റ് ആർഗ്യുമെൻറ്റ്. എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ആർഗ്യുമെൻ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള എബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. പേഴ്സ്വേഡിങ് അതേഴ്സ് ടു തിങ്ക് ഇൻ എ സർട്ടൻ വേ. നിങ്ങൾ പറയുന്ന പെർട്ടിക്കുലർ വേയിലൂടെ മറ്റുള്ളവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു എസ്സേ എഴുതുന്നതിലൂടെയുള്ള പേർപ്പസ്. റൈറ്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, റിസർച്ച് റിപ്പോർട്ട്, റൈറ്റ് അപ്പോൺ മെത്തഡോളജി, ഇതൊക്കെയാണ് എഴുതുന്നതെങ്കിലോ അതിൻ്റെ പേർപ്പസ് എന്താണ്? ബിൽഡിംഗ് റിസർച്ച് സ്കിൽസ്. റിസർച്ച് വർക്ക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യേണ്ടത്, റിസർച്ച് റിപ്പോർട്ട് എഴുതേണ്ടത്, ഡിഫറെൻറ്റ് മെത്തഡോളജി ആയിട്ട് റിലേറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ എന്തിനെയാണ് കൂടുതൽ പേർപ്പസ്? അതിൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ്? ബിൽഡിംഗ് റിസർച്ച് സ്കിൽസ്. റിസർച്ച് ചെയ്യാനുള്ള ഒരു സ്കില്ലിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് പിന്നെ നമ്മളൊരു പ്രപ്പോസൽ, കേസ് സ്റ്റഡി, പ്രോബ്ലം സോൾവിങ്, ഡിസൈനിങ് സ്പെസിഫിക്കേഷൻസ് ഫോർ പ്രോജക്ട്സ്, ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്, കേസ് സ്റ്റഡി എഴുതുന്നത്, പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നത്, പ്രപ്പോസൽ ചെയ്യുന്നത്, ഇതിനെ കൊണ്ടൊക്കെയുള്ള പേർപ്പസ് എന്താണ്? പ്രിപ്പയറിങ് ഫോർ പ്രൊഫഷണൽ പ്രാക്ടീസ്. പ്രൊഫഷണൽ പ്രാക്ടീസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്, പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് ഈ പ്രപ്പോസൽ കൊണ്ടും കേസ് സ്റ്റഡി കൊണ്ടും പ്രോബ്ലം സോൾവിങ് കൊണ്ടൊക്കെ നമുക്ക് കിട്ടേണ്ട സ്കിൽ എന്ന് പറയുന്നത്. റൈറ്റ്. The purpose of your academic writing assignment is fixed by your instructor. നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരുവാണെങ്കിൽ, ഒരു അക്കാഡമിക് റൈറ്റിംഗ് എഴുതണം എന്നുള്ള ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ ആരാണോ തരുന്ന ആൾ, ഇപ്പോൾ നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ടീച്ചേഴ്സാണ് തരുന്നത്, അപ്പോൾ ആ ഇൻസ്ട്രക്ടർ ആയിരിക്കും അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പേർപ്പസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ലേണിംഗ് ഔട്ട്കംസ് വേരി ഇൻ ഡിഫറെൻറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻസ് അല്ലേ? നമുക്കറിയാം, എ സ്റ്റുഡൻറ്റ് ഓഫ് ലിറ്ററേച്ചർ ഈസ് ജനറലി expected to interpret literary works using certain concepts and theories. A science student may be asked to explain a natural phenomenon. There are disciplines that require reflective writing. Really it is. Right. ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ് എന്തെങ്കിലും ഒരു ഇൻ്റർപ്രിറ്റേഷൻ നടത്തുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ പലപ്പോഴും പല തിയറീസും ട്രെൻഡ്സും ഐഡിയാസൊക്കെ വെച്ചിട്ടുള്ള റൈറ്റിംഗ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണ് എഴുതുന്നതെങ്കിലോ പലപ്പോഴും നേച്ചുറൽ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഫുൾ ഓഫ് ഇൻഫർമേഷൻസ് മാത്രം പാക്ക് ചെയ്തിട്ട് തീരെ ലാഗിങ് ഇല്ലാതെ അത് എഴുതാൻ ഒരു സയൻസ് സ്റ്റുഡൻറ്റിന് കഴിയും. അതങ്ങനെ തന്നെയാണ്. ലേണിംഗ് ഔട്ട്കംസ് വേരി ഇൻ ഡിഫറെൻറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻസ്. റൈറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ പറഞ്ഞത്? പേർപ്പസ് ആൻഡ് അക്കാഡമിക് റൈറ്റിംഗ്, പേർപ്പസ് ആൻഡ് ഓഡിയൻസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. ഓഡിയൻസിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട് ഇതിൽ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് ദ ഓഡിയൻസ്. ഇറ്റ് ഇൻവോൾവ്സ് the understanding of their needs, expectation and possible biases of the audience whom you are addressing.
The understanding of their needs. We have to understand their needs. ഓഡിയൻസിന് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം റൈറ്റപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ആൻഡ് ദ പോസിബിൾ ബയാസസ് ഓഫ് ദി ഓഡിയൻസ്. ഓഡിയൻസ് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. അപ്പോൾ ഓരോ ടൈപ്പ് ഓഡിയൻസിൻ്റെ അടുത്തൊന്നും വരാൻ സാധ്യതയുള്ള ബയാസസ്, അവരുടെ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരാവുന്ന ബയാസസ്, അതിനെയെല്ലാം അവരുടെ മുൻവിധികൾ അതിനെയൊക്കെ എഴുതുന്ന ആൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. വിച്ച് മീൻസ് ദാറ്റ് important factor is audience. Audience is the important factor and it involves the understanding of their needs and expectations. Right. I think that all the points are very clear. I'm repeating once again, purpose and audience in academic writing. The purpose in academic writing means your reason for writing. Right. The language of your writing, your arguments or expectation should be convincing so that the audience believes you are accept your views. Then we have discussed 3 important parts in the third unit, process of writing. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 3 important parts. First, we discussed features of academic writing. There are 3 most important features of academic writings: formal, objective, and technical. Formal means the writer is not supposed to use colloquial expressions, slangs, and contracted forms of words. Objective means it should be impersonal in tone, and technical means it is organized in a set pattern and different styles. Secondly, we have discussed the process of academic writing. You know that there are 3 major processes preceding the submission of an academic assignment. They are pre-writing, writing, and revising. അതിൽ തന്നെ നമ്മളൊരു 5 പോയിൻറ്റ്സ് പറഞ്ഞു. നിങ്ങൾ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ: ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി, കളക്ട് ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്ട് സോഴ്സസ്, തേർഡ് വൺ ഇസ് ഫൈനലൈസ് ദ ബേസിക് പോയിൻറ്റ്സ്, ഓർഗനൈസേഷണൽ പാറ്റേൺ ആൻഡ് ദ ഗ്രൂപ്പിംഗ് ഓഫ് പോയിൻറ്റ്സ് ഫോർ പാരഗ്രാഫ്, ഫോർത്ത് വൺ ഇസ് സ്റ്റാർട്ട് റൈറ്റിംഗ്, ആൻഡ് ദ ഫൈനൽ വൺ ഇസ് പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് and then submit. Finally, we have discussed the third part, that is purpose and audience in academic writing. Purpose in academic writing means your reason for writing. Right. The language of your writing or explanations should be convincing so that the audience believes you and accept your views. നമ്മൾ റൈറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളോട് തന്നെ they are some questions that is to be asked yourself. നമ്മളോട് തന്നെ ourselves ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. And the purpose of academic writing assignment is fixed by your instructor. Right. The next important factor is the audience. Audience involves the understanding of their needs. This part involves the understanding of their needs, expectation, and possible biases of the audience who you are addressing. Right. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്, പ്രോസസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്, ആൻഡ് purpose and audience in academic writing. I hope that all of you got these points very well, and I think that this is enough for this session, and I'll continue the rest of the parts, the rest of the chapter in the next session. Study well, stay happy. Thank you so much.